നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ BCom വിദ്യാർത്ഥികളുടെ AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാഹിത്യ വിമർശകരെ കുറിച്ചും അതുപോലെ അവരുടെ കൃതികളെ കുറിച്ചൊക്കെയാണ്. നോട്ടൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഈ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് കയറിക്കോളൂ കേട്ടോ, അവിടെ തരുന്നതായിരിക്കും ഈ നോട്ട്. അപ്പോ ഈ വിമർശകര് അവരുടെ കൃതികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് കേസരി A ബാലകൃഷ്ണ പിള്ളയെ കുറിച്ചാണ്. മലയാള സാഹിത്യ വിമർശനം പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട മനുഷ്യൻ അദ്ദേഹം തന്നെയാണ്. കാരണം എന്താ പറയാ, ഒരു യാഥാസ്ഥിതിക കാഴ്ചപ്പാടിൽ കഴിഞ്ഞ ഒരു വിമർശന ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാഥാസ്ഥിതികം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത്, നിന്നെടുത്ത് തന്നെ നിൽക്കുന്നത്, പുരോഗതി ആഗ്രഹിക്കാത്തത്, അതാണ് യാഥാസ്ഥിതികം. അപ്പൊ അങ്ങനെയുള്ള ഒരു അതായത് ഇവിടെയുള്ള കുറെ പഴയ സിദ്ധാന്തങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം വിമർശനം നടത്തിയിരുന്ന ഒരു കാലത്ത് അതല്ല, നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ, അതായത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള സാഹിത്യ സിദ്ധാന്തങ്ങളെ, പാശ്ചാത്യ സിദ്ധാന്തങ്ങളെയൊക്കെ പഠിക്കണം. അവിടെയുള്ള നവീന പ്രവണതകൾ, പുതിയ അതായത് പാശ്ചാത്യ സാഹിത്യത്തിലൊക്കെ വരുന്ന പുതിയ പ്രവണതകളൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് പകർത്തണം, അല്ലെങ്കിൽ അത് നമ്മുടെ സാഹിത്യകാരന്മാരൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ പാശ്ചാത്യ സിദ്ധാന്തങ്ങളൊക്കെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള വ്യക്തിയാണ് ആര്യ? കേസരി A ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. അപ്പൊ കേസരി A ബാലകൃഷ്ണ പിള്ളയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മലയാള സാഹിത്യ വിമർശനത്തില് ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്ന ആൾ തന്നെയാണ് അദ്ദേഹം. പക്ഷെ നമുക്ക് ഏറ്റവും ആധികാരികമായിട്ട് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞ തീരൂല കേട്ടോ. ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നമുക്ക് പറഞ്ഞു പോവാം. വീഡിയോ മാക്സിമം ചെറുതാക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, അപ്പോ കേസരി A ബാലകൃഷ്ണ പിള്ള പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ അടിസ്ഥാനമാക്കി മലയാള സാഹിത്യ വിമർശനം പുരോഗതിയുടെയും നവവീക്ഷണത്തിന്റെയും പാതയിലേക്ക് നയിച്ചത് കേസരി A ബാലകൃഷ്ണ പിള്ളയാണ്. അപ്പൊ അതുവരെ പൗരസ്ത്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഏഷ്യൻ കൺട്രീസ് ഇതൊക്കെയാണ്. അത് മാത്രമല്ല, പൗരസ്ത്യമാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെയുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നതിൽ നിന്ന് അത് പോരാ, പകരം പാശ്ചാത്യ പടിഞ്ഞാറൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ അടിസ്ഥാനമാക്കി മലയാള സാഹിത്യ വിമർശനം പുരോഗതിയുടെയും നവവീക്ഷണത്തിന്റെ പുതിയ വീക്ഷണത്തിന്റെ ഒക്കെ പാതയിലേക്ക് നയിച്ചത് ആരാണ്? കേസരി A ബാലകൃഷ്ണ പിള്ളയാണ്. സമദർശി, പ്രബോധിനി, കേസരി എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു നമ്മുടെ ബാലകൃഷ്ണ പിള്ള. അപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ കേസരി എന്നുള്ള പേര് വന്നിട്ടുണ്ടാവും അല്ലെ എന്ന് നമുക്ക് ഊഹിക്കാം. സമദർശി, പ്രബോധിനി, കേസരി എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു ആര്? ഇദ്ദേഹം. കേസരി പത്രാധിപർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ പത്രപ്രവർത്തനത്തിലും സാഹിത്യത്തിലും പുതുപ്പിറവിക്ക് കാരണമായി. അപ്പൊ കേസരിയുടെ പത്രാധിപരായിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ അത് പത്രപ്രവർത്തനത്തിൽ മാത്രമല്ല, സാഹിത്യത്തിലും പുതിയ ലോകത്തിന് അല്ലെങ്കിൽ പുതിയ പിറവിക്ക് കാരണമായി. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളൊക്കെ അങ്ങനെയുള്ളതായിരുന്നു. പുതുമയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ സിദ്ധാന്തങ്ങളെയൊക്കെ മലയാള സാഹിത്യകാരന്മാർക്ക് അദ്ദേഹം പരിചയപ്പെടുത്തി തന്നത്. പുരോഗമന കാഴ്ചപ്പാടോടുകൂടി വിശ്വസാഹിത്യത്തിലെ നവീന പ്രവണതകൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്ന വിമർശകനാണ് ഇദ്ദേഹം. വിശ്വസാഹിത്യത്തിലെ, ലോക സാഹിത്യത്തിൽ പുതിയ പ്രവണതകൾ വരുമ്പോൾ, സിനിമയിൽ ഇപ്പം നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തൂലേ, അതേപോലെ സാഹിത്യത്തിലും പുതിയ പ്രവണതകൾ വരുമ്പോൾ, വിശ്വസാഹിത്യത്തിലെ, ലോക സാഹിത്യത്തിലെ പുതിയ പ്രവണതകൾ വരുമ്പോൾ അത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്ന വിമർശകനാണ് ആര്? ഇദ്ദേഹം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നാട്, നമ്മുടെ പ്രസ്ഥാനം പുരോഗമിക്കണം എന്നുള്ളത് കൊണ്ട്. ഓക്കെ, സാഹിത്യ വിമർശനത്തിന്റെയും സർഗാത്മക സാഹിത്യത്തിന്റെയും നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ബാലകൃഷ്ണ പിള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രധാന വക്താവായിരുന്നു. ഈ വക്താവ് എന്ന് പറഞ്ഞാൽ എന്താ? വക്താവ്, പറയുന്ന ആൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വക്താവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ മെയിൻ ആളായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വക്താവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ സാഹിത്യ വിമർശനത്തിന്റെയും നിരൂപണത്തിന്റെയും ക്രിറ്റിസിസത്തിന്റെയും സർഗാത്മക സാഹിത്യത്തിന്റെയും നവോത്ഥാന പ്രക്രിയയ്ക്ക്, നവോത്ഥാനം സമൂഹത്തിൽ പെട്ടെന്നുണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് അല്ലെ. ഇപ്പൊ വിപ്ലവം എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റം അത് ഈതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് വിപ്ലവം ആവാം, നെഗറ്റീവ് ആവാം. പക്ഷെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ പെട്ടെന്നുണ്ടാവുന്ന പോസിറ്റീവ് ചേഞ്ച് ആണ്. അപ്പൊ സാഹിത്യ വിമർശനത്തിന്റെയും സർഗാത്മക സാഹിത്യത്തിന്റെയും നവോത്ഥാന പ്രക്രിയയ്ക്ക് പെട്ടെന്നുണ്ടായ നല്ല മാറ്റത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ആര്? ബാലകൃഷ്ണ പിള്ള. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രധാന വക്താവായിരുന്നു അദ്ദേഹം. കാരണം പുരോഗമനമാണ് വേണ്ടത്. യെസ്, യാഥാസ്ഥിതികതയിൽ വേരൂന്നിയ സാമ്പ്രദായിക വിമർശന രീതികളോട് ഇദ്ദേഹം ആഭിമുഖ്യം പുലർത്തിയില്ല. യാഥാസ്ഥിതികത എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യാഥാസ്ഥിതികം, യഥാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുക, നിന്നെടുത്ത് തന്നെ നിൽക്കുക, പുരോഗതി ആഗ്രഹിക്കാതിരിക്കുക. അങ്ങനെ ആ പഴയതിൽ തന്നെ വേരൂന്നിയ സാമ്പ്രദായിക വിമർശന രീതികളോട് ഇദ്ദേഹം എന്തില്ല?
കൂറ് കാണിച്ചില്ല. ഇദ്ദേഹം പറഞ്ഞു നമ്മൾ പാശ്ചാത്യമൊക്കെ പഠിക്കണം, അവിടെയുള്ള പിന്നെ പുതിയ വഴികളൊക്കെ പുതിയ രീതികളൊക്കെ പഠിക്കണം, അങ്ങനെ നമ്മുടെ നാട് പുരോഗമിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. യൂറോപ്യൻ സാഹിത്യത്തിൽ അന്നേ വരെ ഉരുത്തിരിഞ്ഞു വന്ന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഓരോന്നും കേരളത്തിലെ എഴുത്തുകാർക്കും വായനക്കാർക്കും അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെയാണ് പുരോഗതിയുടെ ആ വെളിച്ചം അദ്ദേഹം വീശുന്നത്. മാർക്സിയൻ കലാദർശനം അംഗീകരിച്ചുകൊണ്ടുള്ള സാമൂഹിക പുരോഗതിയായിരിക്കണം സാഹിത്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന ആശയത്തിൽ കേസരി ഉറച്ചു നിന്നു. കേസരി എന്താ പറഞ്ഞത്? സാഹിത്യത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? സാമൂഹിക പുരോഗതിയായിരിക്കണം. എങ്ങനെയുള്ളത്? മാർക്സിയൻ കലാദർശനം അംഗീകരിച്ചുകൊണ്ടുള്ള സാമൂഹിക പുരോഗതിയായിരിക്കണം സാഹിത്യം കൊണ്ടുള്ള ലക്ഷ്യം എന്നാണ് ആര് പറഞ്ഞത്? കേസരി പറഞ്ഞത്. പാശ്ചാത്യ സാഹിത്യത്തിന്റെ ചുവട് പിടിച്ച് ചലിച്ചാലേ മലയാള സാഹിത്യത്തിന്റെ തുടർന്നുള്ള പുരോഗതി അർത്ഥവത്തും ത്വരിതവുമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ത്വരിതം എന്ന് പറഞ്ഞാൽ വേഗത്തിലാവുക എന്നുള്ളതാ. അദ്ദേഹം പറയാണ് നമ്മളിവിടെ പഴയതും കെട്ടിപ്പിടിച്ചിരുന്നോണ്ടിട്ട് കാര്യമില്ല, പകരം പാശ്ചാത്യ സാഹിത്യത്തിന്റെ പടിഞ്ഞാറൻ സാഹിത്യത്തിന്റെ ചുവട് നമ്മൾ പിടിച്ചാലേ മലയാള സാഹിത്യത്തിന് എന്ത് പറ്റൂ? ഇനി അങ്ങോട്ട് നന്നായിട്ട് പുരോഗമിക്കാൻ പറ്റൂ. അത് മാത്രമല്ല വളരെ വേഗത്തിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ പുരോഗമിക്കാനും വളരെ വേഗത്തിൽ പുരോഗമിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇവിടെയുള്ളത് മാത്രം കെട്ടിപ്പിടിച്ച് നിന്നാൽ പോരാ, എന്തുകൂടി വേണം? പാശ്ചാത്യ സാഹിത്യത്തിന്റെ ചുവട് കൂടി നമ്മൾ പിടിക്കണം എന്ന് പറയാണ്. കേസരിയുടെ അഭിപ്രായത്തിൽ ഒരു കലാപ്രസ്ഥാനം ഒരു ജീവിത വീക്ഷണത്തിന്റെ ഫലമാണ്. കേസരിയുടെ അഭിപ്രായത്തിൽ ഒരു കലാപ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കലാപ്രസ്ഥാനം അത് ജീവിത വീക്ഷണത്തിന്റെ ഫലമാണ്. ഓക്കെ, സമുദായത്തിലെ വിഷംതീനികൾ എന്നാണ് പുരോഗമന സാഹിത്യകാരന്മാരെ കേസരി വിശേഷിപ്പിച്ചത്. കേസരി പുരോഗമന സാഹിത്യകാരന്മാരെ എന്താ വിശേഷിപ്പിച്ചത്? സമുദായത്തിലെ വിഷംതീനികൾ. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നല്ലോ കേസരി. അദ്ദേഹം പറഞ്ഞത് പുരോഗമന സാഹിത്യകാരന്മാരെന്താണ്? പിന്നെ സമുദായത്തിലെ വിഷംതീനികളാണ്, വിഷം കഴിക്കുന്നവരാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അതായത് മനുഷ്യവർഗത്തിന്റെ പുരോഗതിക്കായി നന്മയും തിന്മയും കലർന്ന ജീവിതം അനുഭവിക്കുന്നവരാണ് പുരോഗമന സാഹിത്യകാരന്മാർ. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. വിഷംതീനികളാണ്, സമുദായത്തിലെ വിഷംതീനികൾ എന്നാണ് പുരോഗമന സാഹിത്യകാരന്മാരെ കേസരി വിശേഷിപ്പിച്ചത്. അതായത് മനുഷ്യവർഗത്തിന്റെ പുരോഗതിക്കായി നന്മയും തിന്മയും കലർന്ന ജീവിതം അനുഭവിക്കുന്നവരാണ് പുരോഗമന സാഹിത്യകാരന്മാർ. യാഥാസ്ഥിതികതയുടെ ചങ്ങലയിൽ തളർന്നു കിടന്ന, പുരോഗതി ആഗ്രഹിക്കാത്തതിന്റെ ആ പുരോഗതി ഇല്ലായ്മയുടെ ചങ്ങലയിൽ തളർന്നു കിടന്ന സമൂഹത്തെ ഉത്തേജിപ്പിച്ച് പുരോഗതിയിലേക്ക് നയിക്കാൻ കലയെയും സാഹിത്യത്തെയും ഫലപ്രദമായ ഉപകരണങ്ങളാക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കേസരി. അപ്പോ യാഥാസ്ഥിതികതയിൽ ഇങ്ങനെ കിടക്കുന്ന സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ എന്തായുധം? കലയും സാഹിത്യവും കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? കേസരി. കടത്തുവഞ്ചി, മണിനാദം, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, നിമിഷം മുതലായ കൃതികൾക്ക് അവതാരിക എഴുതിയത് കേസരിയാണ്. വേണേ വൺ വേർഡിലൊക്കെ ചോദിക്കാതെ. കടത്തുവഞ്ചി, മണിനാദം, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, നിമിഷം മുതലായ കൃതികൾക്ക് അവതാരിക എഴുതിയത് ആരാണ്? കേസരിയാണ്. രാജരാജീയം, സാഹിത്യ വിമർശനങ്ങൾ, രൂപമഞ്ജരി, നോവൽ പ്രസ്ഥാനങ്ങൾ, സാങ്കേതിക നിരൂപണം, നവലോകം എന്നിവയാണ് കേസരിയുടെ വിഖ്യാതമായ വിമർശന ഗ്രന്ഥങ്ങൾ. വെരി ഇമ്പോർട്ടന്റ്. കേസരിയുടെ വിമർശന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ? രാജരാജീയം, സാഹിത്യ വിമർശനങ്ങൾ, രൂപമഞ്ജരി, നോവൽ പ്രസ്ഥാനങ്ങൾ, സാങ്കേതിക നിരൂപണം, നവലോകം. ഇനി കേസരിയുടെ പ്രബന്ധങ്ങൾ, അവതാരികകൾ, ഗ്രന്ഥനിരൂപണങ്ങൾ, മുഖപ്രസംഗങ്ങൾ, മറ്റു കൃതികളെല്ലാം ഉൾപ്പെടുത്തി കേസരിയുടെ സാഹിത്യ വിമർശനങ്ങൾ എന്ന പുസ്തകം MN വിജയന്റെ ആമുഖത്തോടു കൂടി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓർത്ത് വെക്കുക. കേസരിയുടെ പ്രബന്ധങ്ങൾ, അവതാരികകൾ, ഗ്രന്ഥനിരൂപണങ്ങൾ, മുഖപ്രസംഗങ്ങൾ, മറ്റു കൃതികളെല്ലാം ഉൾപ്പെടുത്തി കേസരിയുടെ സാഹിത്യ വിമർശനങ്ങൾ എന്ന പുസ്തകം MN വിജയന്റെ ആമുഖത്തോടു കൂടി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം കേസരി നമ്മൾ ഏറ്റവും ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് അത്രേ വേണ്ടു, സാമാന്യ പരിചയമാണ്. ഇനി നമുക്ക് MP പോളിലേക്ക് പോവാം. MP പോൾ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യ വിമർശകൻ, നിരൂപകൻ ആരായിരുന്നു അദ്ദേഹം? MP പോൾ. സാഹിത്യ സംബന്ധമായ ലക്ഷണ ഗ്രന്ഥങ്ങൾ എഴുതി മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാന പ്രക്രിയയ്ക്ക് ഊർജം പകരുകയും നേതൃത്വം വഹിക്കുകയും ചെയ്ത ദിഷണാശാലിയാണ് MP പോൾ. MP പോൾ എന്താ ചെയ്തത്? സാഹിത്യ സംബന്ധമായ ലക്ഷണ ഗ്രന്ഥങ്ങൾ എഴുതി, എന്നിട്ടോ മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാന പ്രക്രിയയ്ക്ക് ഊർജം പകർന്നു. അദ്ദേഹം എങ്ങനെയാ ഊർജം പകർന്നത്? ലക്ഷണ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും പുരോഗമന സാഹിത്യ സംഘടനയുടെ അധ്യക്ഷനുമായിരുന്നു ഇദ്ദേഹം. നമ്മൾ നേരത്തെ കേസരിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്നു ആര്? MP പോൾ. അത് മാത്രമല്ല പുരോഗമന സാഹിത്യ സംഘടനയുടെ അധ്യക്ഷനും കൂടി ആയിരുന്നു. സാഹിത്യത്തിന്റെ സാമൂഹിക ബന്ധത്തെ അംഗീകരിച്ച MP പോൾ അതിന്റെ സൗന്ദര്യാത്മക ഘടകത്തെ എപ്പോഴും ആദരിച്ചു. അപ്പൊ MP പോൾ സമ്മതിക്കുന്നുണ്ട് എന്ത്? സാഹിത്യത്തിന് സമൂഹമായിട്ട് ബന്ധമുണ്ട്.
സാഹിത്യത്തിന്റെ സാമൂഹിക ബന്ധത്തെ എം പി പോൾ അംഗീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിന്റെ സൗന്ദര്യാത്മക ഘടകത്തെയും അദ്ദേഹം ആദരിക്കുന്നുണ്ട്. സാഹിത്യകൃതികളിൽ അന്തർഭവിച്ചിരിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ, ഒരു സാഹിത്യകൃതിയുടെ ഉള്ളിലുള്ള മാനുഷിക മൂല്യങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നിടത്താണ് വിമർശകൻ തന്റെ അസ്തിത്വം ഉറപ്പിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നോക്കൂ, ഒരു വിമർശകൻ ഒരു സാഹിത്യകൃതിയെ വിമർശിക്കുമ്പോൾ ആ സാഹിത്യകൃതിയിൽ അന്തർഭവിച്ചിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നിടത്താണ് വിമർശകന്റെ അസ്തിത്വം, വിമർശകന്റെ ഐഡന്റിറ്റി ഉറപ്പിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ആര്? എം പി പോൾ. കാവ്യ സൗന്ദര്യത്തിന് അർഹമായ സ്ഥാനം നൽകാത്ത സാഹിത്യം സാഹിത്യത്തിന്റെ ധർമ്മത്തിൽ നിന്ന് അകന്നു വർത്തിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. അപ്പൊ എം പി പോള് ഇപ്പറഞ്ഞ സാഹിത്യത്തിന്റെ സാമൂഹിക ബന്ധത്തിൽ മാത്രമല്ല സൗന്ദര്യത്തിലും വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കാവ്യ സൗന്ദര്യത്തിന് അർഹമായ സ്ഥാനം നൽകാത്ത സാഹിത്യം സാഹിത്യത്തിന്റെ ധർമ്മത്തിൽ നിന്ന് അകന്ന് വർത്തിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ സാഹിത്യത്തിന്റെ ധർമ്മമാണ് സൗന്ദര്യവും കാവ്യ സൗന്ദര്യവും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സാഹിത്യത്തിന്റെ ആന്തരിക സത്തയെ അദ്ദേഹം ആദരിച്ചു. പിന്നെയോ കേസരിയെ പോലെ പാശ്ചാത്യ സാഹിത്യ പ്രസ്ഥാനവുമായിട്ടായിരുന്നു എം പി പോളിന് സമ്പർക്കം. നമ്മൾ കേസരിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പാശ്ചാത്യ സാഹിത്യ പ്രസ്ഥാനവുമായിട്ടായിരുന്നു പോളിനും സമ്പർക്കം. സാഹിത്യ വിമർശനം കവിതാ വിമർശനമായി കരുതിയിരുന്ന സാമ്പ്രദായിക സമീപനത്തിൽ, അതായത് അതുവരെയുള്ള സമീപനം എങ്ങനെയാണ്? സാഹിത്യ വിമർശനം കവിതാ വിമർശനമായിട്ട് കരുതിയിരുന്നതാണ്. അതിന്റെ മാറ്റത്തിന് തുടക്കമിട്ടത് കേസരിയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ആ സാമ്പ്രദായിക വിമർശന രീതിക്ക് മാറ്റം വരുത്തിയതിൽ ആ മാറ്റത്തിന് തുടക്കമിട്ടതാരാണ്? കേസരിയാണ്. കഥയും നോവലും പഠിക്കാനും വിലയിരുത്താനും അദ്ദേഹം സന്നദ്ധനായി. അതായത് ആദ്യകാലത്ത് വിമർശനം എന്ന് പറഞ്ഞാൽ, സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ വെറും കവിതാ വിമർശനം എന്നായിരുന്നു ആൾക്കാരുടെ ഒരു വിചാരം, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെയായിരുന്നു അംഗീകരിച്ചിരുന്നത്. എന്നാൽ കേസരിയാണ് അതിലൊരു മാറ്റം വരുന്നത്. കാരണം കഥയും നോവലും, കവിത മാത്രമല്ല കഥയും നോവലും ഒക്കെ പഠിക്കാനും വിലയിരുത്താനും അദ്ദേഹം സന്നദ്ധനായി. എന്നാൽ ഈ മാർഗം വികസിപ്പിച്ചതാരാണ്? എം പി പോൾ ആണ്. അപ്പൊ എം പി പോളിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചെറുകഥാ പ്രസ്ഥാനം, നോവൽ സാഹിത്യം, സാഹിത്യ വിചാരം, കാവ്യദർശനം, സൗന്ദര്യ നിരീക്ഷണം. എം പി പോളിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചെറുകഥാ പ്രസ്ഥാനം, നോവൽ സാഹിത്യം, സാഹിത്യ വിചാരം, കാവ്യദർശനം, സൗന്ദര്യ നിരീക്ഷണം. എം പി പോളിന്റെ സമാഹരിക്കാതിരുന്ന ലേഖനങ്ങൾ ഡോക്ടർ എം എൻ രാജൻ സമാഹരിച്ചിട്ട് എം പി പോളിന്റെ അസമാഹൃത രചനകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്രയാണ് എം പി പോളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കുട്ടിക്കൃഷ്ണമാരാരെ കുറിച്ചും മറ്റ് നിരൂപകരെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് കുറച്ചുകൂടി നമ്മൾ ബുദ്ധിപരമായിട്ട് ഇരുന്ന് പഠിക്കേണ്ട ടോപ്പിക് ആണല്ലോ. അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് നടക്കുന്നില്ല, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് പഠിച്ച് പോവാം. ഫസ്റ്റ് സെം പോലെ വെറും ലിറ്ററേച്ചർ അല്ലല്ലോ, കുറച്ചുകൂടി നമ്മൾ ആലോചിക്കാനുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കാര്യം ഓരോ കമന്റ് കാണുമ്പോഴാണ് പിന്നെയും ക്ലാസ് ചെയ്യണം എന്നുള്ള ആവേശം ഉണ്ടാവുക. പിന്നെ പറഞ്ഞ പോലെ നോട്ട്സ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ കയറിക്കോളൂ കേട്ടോ. അപ്പം വീണ്ടും കാണാം. താങ്ക്